എൻ്റെ അമ്മോ, ഇന്ന് ശരിക്കും അർജന്റീന വിറച്ചുപോയി. ഫിഫ ലോകകപ്പിൽ കേപ്പ് വെർദെയോട് വിറച്ചാണ് അർജന്റീന നീങ്ങിയത്. പ്രീ ക്വാർട്ടറിൽ എത്തിയെങ്കിലും എക്സ്ട്രാ ടൈമിലേക്ക് ഇതിൻ്റെ മത്സരത്തിൽ 3-2 കടന്നുകൂടുകയായിരുന്നു ജസ്റ്റ് ഈ അർജന്റീന എന്ന ലോക ചാമ്പ്യൻ. 111 മിനിറ്റിൽ കേപ്പ് വെർദെയുടെ സെൽഫ് ഗോളാണ് അർജന്റീനയെ ശരിക്കും രക്ഷപ്പെടുത്തിയത്. ഇന്നത്തെ കളിയിലെ താരം കേപ്പ് വെർദെ തന്നെയാണ്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഈ ആവേശകരമായ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച് അനിൽ വാസുദേവ് വീണ്ടും ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കേപ്പ് വെർദെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ മോഹിച്ചുപോയി. ഇന്ത്യ കേപ്പ് വെർദെ പോലെ രാജ്യമായിരുന്നെങ്കിൽ വേൾഡ് കപ്പിൽ. ഗുഡ് മോർണിംഗ് എസ്കേൻ. അതുപോലെ തന്നെയാണ് പറയേണ്ടത്. കാരണം മത്സരം ജയിച്ചത് അർജന്റീനയാണ്, പക്ഷെ മനം കവർന്നത് കേപ്പ് വെർദെയാണ്. 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞ് രാജ്യം, അറ്റ്ലാന്റിക് ദ്വീപ സമൂഹത്തിലെ 10 ദ്വീപുകൾ ചേരുന്ന ഒരു കുഞ്ഞൻ രാജ്യം. അവർ എന്താണ് ലോകത്തിന് മുന്നിൽ കാണിച്ചത്? ഈ ലോകകപ്പിൽ അവർ തോറ്റുമടങ്ങുകയാണ്. ഇനി ലോകകപ്പിൽ അവർക്കൊരു മത്സരമില്ല. എന്നിരുന്നാൽ പോലും അവർ എല്ലാവരുടെയും ഹൃദയം ജയിച്ചാണ് മടങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെ സ്പെയിനെയും യുറുഗയും പോലുള്ള ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ച് അവർ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നു. അവിടെ ആദ്യഘട്ടത്തിൽ തോൽക്കുന്നേയില്ല. രണ്ടാം ഘട്ടത്തിൽ ആദ്യ നോക്കൌട്ട് പോരിൽ അർജന്റീന, നിലവിലെ ലോക ചാമ്പ്യന്മാർ, അർജന്റീനയ്ക്ക് സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടേ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സൗദി അറേബ്യ കഴിഞ്ഞ ലോകകപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സൗദി അറേബ്യ പിന്നെയും നമുക്ക് കേട്ടുകേൾവിയുള്ള ഒരു ടീമാണ്. പക്ഷേ കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് അവർ ആ ലോകകപ്പ് ജയിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് യോഗ്യത നേടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പേര് പോലും പലർക്കും സുപരിചിതമായി വന്നത്. അവിടെ നിന്ന് വെറുതെ വന്ന് മടങ്ങിപ്പോകുമെന്ന് കരുതിയ കേപ്പ് വെർദെ വമ്പരപ്പിച്ചാണ്, വലിയ രീതിയിൽ അർജന്റീനയെ വിറപ്പിച്ചാണ് ഇന്ന് മടങ്ങിയത്. തുടക്കത്തിൽ ലിയോണൽ മെസ്സിയുടെ ഗോളിൽ അർജന്റീനയാണ് മുന്നിലെത്തിയത്. മെസ്സി വീണ്ടും അത്ഭുതമാകുന്ന കാഴ്ച കണ്ടു. തുടർച്ചയായ 8ാം ലോകകപ്പ് മത്സരത്തിൽ മെസ്സിയുടെ ഗോൾ ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിൽ വീണ്ടും 1ാം സ്ഥാനത്തേക്ക് ഉയരുന്നു. ഈ ലോകകപ്പിലെ തുടർച്ചയായ 4ാം മത്സരത്തിലും ഗോൾ. അങ്ങനെ മെസ്സി റെക്കോർഡുകൾ കൊണ്ട് ഒരു ഗോൾ തീർത്തിട്ട് അതിൻ്റെ ഒരു വലിയ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് കേപ്പ് വെർദെയുടെ മറുപടി വരുന്നത്. രണ്ടാം പകുതിയിൽ ഒരു ഗോൾ തിരിച്ചടിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും അർജന്റീന ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ ആ മത്സരം പിന്നീട് നിശ്ചിത സമയത്തിൽ നിന്ന് വിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന വീണ്ടും ഒരു ഗോളിലെത്തുന്നു. അതായത് അർജന്റീന ഈ നിശ്ചിത സമയത്ത് കളി തീർത്തില്ല. ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് പറയാം എസ്കേൻ, അർജന്റീനയുടെ മത്സരമല്ല ഇതെന്ന്. അല്ലെങ്കിൽ മത്സരം അർജന്റീനയാണ് ജയിച്ചതെങ്കിലും കളി അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇത് തോൽവിക്ക് തുല്യമെന്ന് തന്നെ പറയുന്നു. പിന്നീട് അവരുടെ 2ാം ഗോൾ വരുന്നു. അത് ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളെന്ന് ഈ ഘട്ടത്തിൽ നമുക്കത് പറയാം. അതിഗംഭീരമായ സിഡ്നി കബ്രാൽ എന്ന് പറയുന്ന തരത്തിൻ്റെ ബോക്സിന് പുറത്ത് നിന്നുള്ള ഒരു ഗംഭീര ഗോളോടുകൂടി അങ്ങനെ അവരെ ഒപ്പിയെത്തിക്കുന്നു. ഒടുവിൽ 111 മിനിറ്റിലാണ് ലിയോണൽ മെസ്സി കോർണർ കിക്കിൽ നിന്ന് എടുത്ത പന്ത് അവരുടെ ഒരു എതിർ ടീം താരത്തിൻ്റെ തലയിൽ തട്ടി പോസ്റ്റിലേക്ക് കയറുന്നത്. അതൊരു വോൺ ഗോളാണ്, സെൽഫ് ഗോളാണ്. അതിലൂടെ അങ്ങനെ അർജന്റീന കടന്നുകൂടി എന്നേ പറയാൻ പറ്റുള്ളൂ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലോക ചാമ്പ്യന്മാർ, ഫിഫ റാങ്കിങ്ങിലെ 1ാം സ്ഥാനക്കാർ, അവർക്ക് ഈ കളി മതിയോ എന്നുള്ളത് വീണ്ടും ആരാധകർ ചോദിക്കുകയാണ്. ഞാനടക്കമുള്ള അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് അർജന്റീനയുടെ ഭാഗത്തുണ്ടായത്. അതേസമയം കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം അമ്പരപ്പിക്കുന്നു. വലിയ രീതിയിലൊരു ഫുട്ബോൾ ഭ്രാന്തൻ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമി എന്ന തരത്തിൽ വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന പ്രകടനം കേപ്പ് വെർദെയുടെ ഭാഗത്തുനിന്ന്. അവരുടെ ഗോളുകൾ, അവരുടെ പോരാട്ട വൈര്യം, ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് ബാക്കൊക്കെ ഇട്ട് തന്നെ അവർ കളിക്കുമെങ്കിലും പിന്നീട് കൃത്യമായി ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് അത് വന്ന് അവർ അർജന്റീനയെ ലോക ചാമ്പ്യന്മാരാണ്, മെസ്സിപ്പടയാണ്, ഒന്നും നോക്കുന്നില്ല, ഗംഭീര കളി കളിക്കുന്നു. അവിടെ നിന്ന് അതിനുശേഷം വൊസീഞ്ഞ പറയുന്ന ഗോൾ കീപ്പർ 40-കാരൻ, അദ്ദേഹം ഈ ലോകകപ്പിലുടനീളം വലിയ രീതിയിൽ വിസ്മയിപ്പിക്കുകയാണ്. ഈ മത്സരത്തിലും 7 മിന്നും സേവുകൾ, അതും 5 ഓൺ ടാർഗറ്റ് സേവുകളാണ് രക്ഷപ്പെടുത്തിയത്. എന്തായാലും കേപ്പ് വെർദെ ഈ മത്സരത്തിൽ തോറ്റെങ്കിലും ഹൃദയം കീഴടക്കിക്കൊണ്ടാണ് ഇപ്പോൾ വൊസീഞ്ഞയും കേപ്പ് വെർദെയും മടങ്ങുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയുടെ അത്ര പോലും ജനസംഖ്യയില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏറ്റവും ചെറിയ ജില്ലയുടെ അത്ര പോലും അങ്ങനെയൊക്കെ പോലും ഇല്ലാത്ത ഒരു നാട് അവർ എന്തൊരു അത്ഭുതമാണ് കാണിക്കുന്നത്. ഇന്ത്യ കണ്ടുപിടിക്കണം. നമ്മൾ 147 കോടിയും 140 കോടിക്കും ആളുണ്ടായിട്ടും നമുക്കൊരു ടീമിനെ ഇതുവരെ ലോകകപ്പിലേക്ക് അയക്കാൻ സാധിച്ചില്ല. പക്ഷേ കേപ്പ് വെർദെ അദ്ഭുതമായി മാറുന്നത് അവിടെയാണ്. കേപ്പ് വെർദയെ നമ്മൾ കണ്ടുപഠിക്കണമെന്ന് നമ്മൾ സ്വയം വിമർശനത്തോടെ പറയേണ്ടതും അവിടെയാണ്. എന്തായാലും കേപ്പ് വെർദെ അടുത്ത ലോകകപ്പിൽ വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എസ് കെ. താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.